ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ NXIDയുടെ QX 2500 ആ മോഡലാണ് നോക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും നോക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ വീഡിയോ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ട്രാൻസ്ഫോമർ നിങ്ങൾ കണ്ടു കാണും. ഇത് ഫുള്ള് എൻ്റെ ഇൻസുലേഷൻ മെറ്റീരിയൽ ഫുള്ള് ഉരുകിയിരിക്കുകയാണ്. അതായത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഷോർട്ടായതാണ്. ട്രാൻസ്ഫോമർ ഭാഗ്യത്തിന് ഷോർട്ടായിട്ടില്ല. ഞാൻ മെയിൻ സപ്ലൈ പവർ സപ്ലൈ ബോർഡിലോട്ട് പോകുന്ന മെയിൻ സപ്ലൈ ഞാൻ അഴിച്ചു വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം. ട്രാൻസ്ഫോമർ എന്തായാലും നമ്മുടെ ദൈവഭാഗ്യം കൊണ്ട് ട്രാൻസ്ഫോമർ പോയിട്ടില്ല. ട്രാൻസ്ഫോമർ പോയെന്നെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് ആയതിനെ ഇത് നന്നാക്കി എടുക്കാൻ. എന്തായാലും ട്രാൻസ്ഫോമർ പോയിട്ടില്ല. ഞാൻ എപ്പോഴും ഞങ്ങൾ കസ്റ്റമേഴ്സിനടുത്ത് ഞാൻ പറയുന്നതാണ്, നമ്മളെ ആംപ്ലിഫയറിൻ്റെ ഏതെങ്കിലും കാരണവശാൽ ഫ്യൂസ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫ്യൂസ് മാറിയതിന് ശേഷം കറക്റ്റ് റേറ്റിങ്ങിനുള്ള ഫ്യൂസ് ഒന്നെങ്കിൽ മാറുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നൈസായിട്ടുള്ള ചെറിയൊരു കമ്പി ആദ്യം കെട്ടിയിട്ട് നോക്കുക. വർക്ക് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ മാത്രം ഇത്തിരി കൂടെ കനമുള്ള കമ്പി കെട്ടി യൂസ് ചെയ്യുക. ഫ്യൂസ് അവൈലബിൾ അല്ലാത്ത സമയത്ത് നമ്മൾ എന്തായാലും കറക്റ്റ് റേറ്റിങ്ങിലുള്ള ഫ്യൂസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുക. ഞാൻ എന്നും പറയുന്നതാണ് ഈ കാര്യം. അപ്പം ഇതിൻ്റെ അവസ്ഥ, ഈ ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം നമുക്കതിൻ്റെ ഫ്യൂസ് ഒന്ന് ജസ്റ്റ് അഴിച്ച് നോക്കാം. ഇത് നല്ല റഫായിട്ട് യൂസ് ചെയ്യുന്നൊരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്യൂസ് കാരിയറിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. പവർ കോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഫ്യൂസ് കാരിയർ വരുന്നത്. അപ്പോൾ ആ ഫ്യൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കാം. അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞതുള്ള എന്നോ കൊള്ളണമെന്ന്. അപ്പോൾ ഈ ഫ്യൂസ് ഓൾറെഡി പോയിരിക്കുകയാണ്. അതിനകത്ത് കമ്പി വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മളെ കമ്പനി പറഞ്ഞേക്കുന്ന റേറ്റിംഗ് 15 ആമ്പിയറിൻ്റെ ഫ്യൂസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ളപ്പോഴായിരിക്കും മെയിനായിട്ട് ഫ്യൂസ് ബേണായി പോകുന്നത്, കറക്റ്റ് റേറ്റിങ്ങിനുള്ളതാണെങ്കിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഫ്യൂസ് നോക്ക്. ഈ ഫ്യൂസിൻ്റെ അവസ്ഥ, ഫ്യൂസ് കണ്ട നല്ല കട്ടിയുള്ളൊരു കമ്പി വെച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഫ്യൂസ് പോയതിന് ശേഷം കട്ടിയുള്ളൊരു കമ്പി, അതിൻ്റെ കാരിയർ വരെ ഉരുകിപ്പോയി. ഫ്യൂസ് ഇരുന്ന ആ കാരിയർ വരെ ഉരുകിയ ഒരവസ്ഥയിൽ ആയിരിക്കുകയാണ്. അപ്പം എപ്പോഴും നമ്മൾ കറക്റ്റ് റേറ്റിങ്ങിനുള്ള ഫ്യൂസ് തന്നെ പറയേണ്ടത്. അതിനകത്ത് 15 ആമ്പിയറൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ തന്നെ. അപ്പം 15 ആമ്പിയറിൻ്റെ ഫ്യൂസ് തന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണിപ്പോൾ ഇതിൻ്റെ ഫ്യൂസിൻ്റെ അവസ്ഥ. നമ്മൾ കറക്റ്റ് റേറ്റിങ്ങിനുള്ള ഫ്യൂസ് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ നമ്മുടെ ഒരു സൈഡിലെ ഒരു ചാനലിൻ്റെ ബോർഡ് ഷോർട്ടായതാണ് അതിൻ്റെ കംപ്ലയിൻ്റ് ആവാൻ കാര്യം. അപ്പോൾ ഷോർട്ടായപ്പം ഫ്യൂസ് പോയപ്പം വീണ്ടും കെട്ടിയിട്ട് വർക്കാവാതെ വന്നപ്പോൾ നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ ആദ്യം ഷോർട്ടായി അങ്ങനെ ട്രാൻസ്ഫോമർ ഫുള്ളിരുന്ന് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ നമ്മുടെ ഈ പവർ സപ്ലൈ ബോർഡിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. അത് നമ്മുടെ ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ബോഡിയിലോട്ട് ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പവർ സപ്ലൈ ബോർഡ് നമുക്ക് ഇളക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ 4 കാര്യങ്ങൾ ആദ്യം തന്നെ ഡീസോൾഡർ ചെയ്ത് പിടിയിക്കണം. എന്നിട്ട് നമ്മൾ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ സപ്ലൈ ബോർഡ് നമുക്ക് പൊക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ബ്രിഡ്ജ് റെക്ടിഫയർ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഷോർട്ടായിരുന്നു. എന്തായാലും നമുക്കത് മാറിയാലേ നമുക്ക് മുന്നോട്ട് അടുത്ത പണിയിലേക്ക് പോകാൻ പറ്റും. നമ്മളതിനായിട്ട് നമ്മളെ പവർ സപ്ലൈ ബോർഡിലേക്ക് വരുന്ന കണക്ടറുകളെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 4 സ്ക്രൂ എല്ലാം ഞാൻ അഴിച്ചു വെച്ചേക്കാണ്. 4 സ്ക്രൂ വരുന്നുണ്ട് ഇതിൻ്റെ 4 സൈഡിലായിട്ട്. നമ്മൾ ഒന്ന് അഴിച്ച് നോക്കിയിട്ട് ഇപ്പം ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മൊബൈൽ പിടിച്ചെടുക്കുന്നുണ്ട്. വീഡിയോ അത്ര കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ, രണ്ടുകൂടെ. അപ്പം നമ്മുടെ ഈ 4 പോയിൻ്റാണ് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ സോൾഡർ ചെയ്തിരുന്നത്. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ട ഫുള്ള് ബേണായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് പുതിയത് വാങ്ങിച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനെ ബോഡിയിലേക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ട. അപ്പോൾ അത് കത്തി അവിടെ കരിയായിട്ടുണ്ട്, അങ്ങനെ ബേണായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് കറക്റ്റ് റേറ്റിങ്ങിനുള്ളൊരു ഫ്യൂസ് ഞാൻ ഇടുകയാണ്. ആദ്യമായിട്ട് ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്യൂസ് ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ബ്രിഡ്ജ് റെക്ടിഫയർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, പുതിയത് പിടിപ്പിച്ച് പവർ സപ്ലൈ ബോർഡും ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓണാക്കി നോക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ബോർഡ് ഓൾറെഡി ഷോർട്ടായിരിക്കുകയാണ്. അപ്പോൾ ആ സൈഡിലോട്ടുള്ള പവർ സപ്ലൈ ഊരി വിട്ടിട്ട് ഒന്ന് ഓണാക്കി നിൽക്കുന്നതാണ്. ഒരു സൈഡ് വർക്കിംഗ് ആണ്. ഇതിൻ്റെ ചാനൽ A വർക്കിംഗ് ആണ്, B ഷോർട്ടായിട്ടുണ്ട്. ബിയുടെ ചാനൽ ബോർഡ് ഷോർട്ടായിട്ടുണ്ട്. അത് കോമണായിട്ട് സർവീസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നില്ല. ഞാൻ ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്.
അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക, ഫ്യൂസ് കറക്റ്റ് റേറ്റിങ്ങിനുള്ള തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ശരി.